സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇടാൻ കാരണം ശ്രീജിത്ത് പണിക്കർ. ശ്രീജിത്ത് എന്ന് പറയുന്ന കാര്യമല്ല, പണിക്കരാണ്. പണിക്കറിന്റെ ജോലി എന്ന് പറയുന്നത് BJPക്ക് ആളിനെ കൂട്ടുക, BJPക്ക് വേണ്ടി ഓശാന പാടുക, അവന്റെയൊക്കെ മൂട് താങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ നിഷ്പക്ഷ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നാണ് ഈ പണിക്കൻ പറയുന്നത്. എന്തോ ആയിക്കൊണ്ട് പോട്ടെ, ജനങ്ങൾക്ക് മനസ്സിലാവുമല്ല അവന്റെ ജോലി എന്താണെന്ന്. അപ്പോൾ നിരന്തരമായിട്ട് വന്നിരുന്ന് ചാനലിൽ ഓരോന്ന് പടച്ചു വിടുകയാണ്. ഇപ്പോൾ പ്രശ്നം എന്ന് പറയുന്നത്, റിപ്പോർട്ടർ ചാനല് കേരള BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ നിരന്തരമായി ആക്ഷേപം ഉന്നയിക്കുന്നു എന്നാണ്. ആക്ഷേപമാണ് അല്ല, ഇവിടെയുള്ള സാധാരണ ജനങ്ങൾക്കറിയാം. 313 കോടി രൂപയുടെ അഴിമതി ആരോപണമാണ് രാജീവ് ചന്ദ്രശേഖരന് ഉള്ളത്. പക്ഷേ അത് 1000 കോടി രൂപയുടെ അഴിമതി ആരോപണം ആകേണ്ടതായിരുന്നു. ആ രീതിയിൽ അപ്പോൾ BJPക്കാർക്ക് എന്ത് അഴിമതിയും കാണിക്കാം, എന്ത് തെമ്മാടിത്തരവും കാണിക്കാം. അതിനെപ്പറ്റി ആരും മിണ്ടരുത്, നിശബ്ദരായിരിക്കണം. അപ്പോൾ റിപ്പോർട്ടർ ചാനലിനെതിരെ രാജീവ് ചന്ദ്രശേഖർ കേസ് കൊടുത്തിരിക്കുകയാണ്. 100 കോടി രൂപയ്ക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടു. അപ്പോൾ റിപ്പോർട്ടർ ചാനൽ എന്ത് ചെയ്തു? 150 കോടി രൂപയ്ക്ക് ഏഷ്യാനെറ്റിനും അതിലുള്ള ജീവനക്കാർക്കുമെതിരെ, വിനോദ്, സൂര്യകൃഷ്ണമൂർത്തി, അങ്ങനെയൊക്കെ ഉള്ള കുറെ ആൾക്കാരുടെയും കൂടെ ചേർത്ത്, ഏഷ്യാനെറ്റിനെയും കൂടെ ചേർത്ത് അങ്ങനെ അവർ കേസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ചാനൽ മുതലാളിമാർ തമ്മിൽ ഇപ്പൊ യുദ്ധമാണ്, നിയമയുദ്ധമാണ്. അപ്പോൾ ആർക്കും ആരെയും എന്തും പറയാമെന്നുള്ള ഒരു ഇതാണ്. ഇപ്പൊ ഒന്നും കിട്ടിയില്ലെങ്കിൽ മുസ്ലിങ്ങളെ മണ്ടേ കുതിര കയറും. അതൊന്നും കിട്ടാതെ വന്നപ്പോൾ ചാനൽ മുതലാളിമാർ തമ്മിൽ ആണ് പ്രശ്നം. അത് ഞങ്ങൾക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നു, ഞങ്ങൾ പൊതുസമൂഹത്തിൽ താറടിച്ച് കാണിക്കുന്നു എന്ന് പറഞ്ഞാണ് കേസ്. അപ്പോൾ വേറൊരു കേസ് വീണ്ടും റിപ്പോർട്ടർകാർ കൊണ്ടുവന്ന് ബാംഗ്ലൂരിൽ കൊടുത്തിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ഞങ്ങൾക്കെതിരെ നിരന്തരമായി ഇങ്ങനെ അപവാദം പറഞ്ഞു വരുത്തുന്നു എന്നും പറഞ്ഞ് മേലിൽ അങ്ങനെ ഉണ്ടാകരുതെന്നും പറഞ്ഞ് ഒരു ഇഞ്ചക്ഷൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റി വിശദീകരിക്കുകയാണ് പണിക്കർ. അപ്പൊ പണിക്കർ ആരാണ്? ഈ ഏഷ്യാനെറ്റിന്റെ മുതലാളി എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖറാണ്. അപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖരനും BJPക്ക് സംഘപരിവാറിനും വേണ്ടി കുഴലൂത്ത് നടത്തുന്ന തെമ്മാടി ഏറ്റവും, അതായത് ഹൃദയശൂന്യൻ, ഹൃദയത്തിൽ ഒന്നുമില്ല, മനുഷ്യനുള്ള യാതൊരു സ്നേഹമില്ലാത്ത, മനുഷ്യരോട് യാതൊരു സ്നേഹമില്ലാത്ത വികൃത മനസ്സിന്റെ ഉടമയായ ആളാണ് ഈ പണിക്കർ. പണിക്കർക്കും ഒരു ജയശങ്കർ വക്കീല്, വേറൊരു TG മോഹൻദാസ്, ഇവരൊക്കെ വയസ്സായി ചാവാറായതാണ്. മനുഷ്യനെ തമ്മിൽ അടുപ്പിക്കാനും മനസ്സിൽ വിദ്വേഷവും വെറുപ്പും കൊണ്ട് നടക്കുകയും അത്